ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത് എന്ന്. അപ്പൊ സാമാന്യ ബുദ്ധിക്ക് പോലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണിത്. അപ്പോ പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും കൂലി പല്ലിവെട്ടിനുണ്ട് എന്നാണ് ഇവര് പറയുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ. നമ്മൾ ആരെയും പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ അല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കാര്യം അവതരിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ പ്രതിഫലം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയത് ആരാ? ചേകന്നൂരികളാണ്. ചേകന്നൂർ നേർക്ക് നേരെ ഇറക്കിയ നോട്ടീസാണിത്. അല്ലെന്താ പറയുന്നത്? പള്ളിപ്പണിയേക്കാൾ 70 ഇരട്ടി പുണ്യമുള്ളത് സാധു സംരക്ഷണമാണെന്ന് ഖുർആൻ. പള്ളിപ്പണിയേക്കാൾ 70 ഇരട്ടി കൂലി സാധു സംരക്ഷണത്തിനുണ്ട്. അങ്ങനെ കൂലിയുടെ ദറജ നോക്കിയിട്ട്, വ്യത്യാസം നോക്കിയിട്ട് അതിനേക്കാൾ കൂടുതൽ ഇതാ ചെയ്യേണ്ടത്, അതല്ല ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സ്വഭാവം തുടങ്ങി വെച്ചത് ആര്? ചേകന്നൂരികൾ. അത് ഇവരേറ്റെടുക്കുകയാണ്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പോലും പരിഹസിക്കുകയാണ്. പരിഹസിച്ചു ലേഖനം എഴുതി എന്ന് മാത്രമല്ല, സിനിമ ഇറക്കുകയാണ്. ആ സിനിമ, അതിന്റെ പരസ്യം എവിടെ? പനമരം മീറ്റിംഗിന്റെ സപ്ലിമെന്റായി വർത്തമാനം പുറത്തിറക്കിയതാണിത്. അതിൽ ഇതാ ഒരു പരസ്യം. എന്താ സിനിമ പോസ്റ്റർ? എന്താ പോസ്റ്റർ? അക്കരെ നിന്നൊരു സുൽത്താൻ. നാട്ടിലെങ്ങും സുൽത്താൻ ഇല്ലാഞ്ഞിട്ട് അക്കരെ ഒരു സുൽത്താനെ വിളിച്ചോണ്ട് വന്നതാണ്. എന്നിട്ട് എന്താ പറയുന്നത് നോക്കൂ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി കേരളക്കരയിൽ തൗഹീദിന്റെ കൊടുങ്കാറ്റുയർത്തിയ വിസ്മയത്തിന്റെ സുൽത്താൻ. പനമരത്തെ മുജാഹിദ് സമ്മേളന നഗരിയിൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ആരും തെറ്റിദ്ധരിക്കരുത്, അത് മുജാഹിദിന്റെ പേരിൽ തോന്നിവാസങ്ങളും ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു സംഘമാണ്. ആ പേരുപയോഗിക്കുന്നു എന്ന് മാത്രം. മുജാഹിദ് സമ്മേളന നഗരിയിൽ സീഡ് ലഭ്യമാണ്. കിട്ടാത്തവർക്ക് ഇത് സുവർണാവസരം. കണ്ടോ, അക്കരെ നിന്നൊരു സുൽത്താൻ. എന്നിട്ട് എന്താ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, മാന്യ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരിഹസിച്ചുകൊണ്ട് സിനിമ. അതായിരുന്നു നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റയടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കാര്യം പറയുമ്പോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം പറയാൻ ചെയ്യില്ലേ? കണ്ടോ, മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, എത്ര മോശമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഇവർ ദുർവ്യാഖ്യാനിച്ചതും പരിഹസിച്ചതും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പിടിച്ചു. എവിടെ നിങ്ങൾക്ക് ഇതിന് തെളിവ്? ഈ പരിഹാസം എവിടെ ചെന്നെത്തും? അള്ളാഹുവിന്റെ ദീനിന് നേരെയുള്ള ഈ പരിഹാസത്തിന് എന്ത് പരിഹാരം എന്ന് ചോദിച്ചപ്പോ ഇപ്പോ ഒരു ന്യായം എന്താണെന്നറിയോ? അത് ആ പല്ലി എന്ന് പറഞ്ഞ ഈ പല്ലിയല്ല. ആ പല്ലി എന്ന് പറഞ്ഞ ഈ പല്ലിയല്ല. കൊല്ലണം എന്ന് ഹദീസിലുണ്ട്, അത് ഈ പല്ലിയല്ല. പിന്നെ 90 തരം പല്ലി ഉണ്ട്. സുബ്ഹാനല്ലാഹ്, 90 തരം പല്ലി നമുക്കറിഞ്ഞൂടാ. ഇവർ ഗവേഷണം നടത്തുകയാണ്. ഈജിപ്തിൽ ഏത് തരം പല്ലി ഉണ്ട് എന്ന് ഗവേഷണം നടത്തിയിട്ട് 90 തരം പല്ലിയുണ്ട്. ഈ 90 തരം പല്ലി ഉള്ളതിൽ ഒരു പല്ലിക്കാണ് ചിറകുള്ള പല്ലി. അങ്ങനെ പല്ലികൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പല്ലിയുണ്ട്, ചിറകുള്ള പല്ലി. ആ ചിറകുള്ള പല്ലിക്കാണ് വിഷമുള്ളത്. ആ വിഷമുള്ള പല്ലിയെ കൊല്ലാനാണ് ഹദീസിലുള്ളത്. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെ വലിയ കൊല്ലേണ്ടി വരൂല നമുക്ക്. അങ്ങനെ കൂലി കിട്ടൂല ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ വലിയ കൊല്ലേണ്ടി വരൂലെന്നാ ഇതിങ്ങനെ പറയേണ്ടി വന്നത്. എന്തുകൊണ്ടാ ഇങ്ങനെ പറയേണ്ടി വന്നത്? ഇല്ലാത്ത പല്ലി ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? 90 തരം പല്ലിയെ പറ്റി ഗവേഷണം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാ? നമ്മൾ പിടിച്ചു. കാരണം ഇവരിറക്കി ഇസ്ലാം വാള്യത്തിന്റെ 3ാമത്തെ വാള്യം, ഇസ്ലാം ധർമ്മവും സംസ്കാരവും. അതിൽ കൊല്ലേണ്ടവ ജീവികളെ പറ്റി പറയുന്നുണ്ട്. ഇസ്ലാം ധർമ്മവും സംസ്കാരവും 3ാം വാള്യം. ഇസ്ലാമിന്റെ ധർമ്മവും സംസ്കാരവും പഠിപ്പിക്കുകയാണ്. അതിൽ കൊല്ലേണ്ട ചില ജീവികളുണ്ടെന്നാ. അതിൽ 2ാമത്തെ കൊല്ലേണ്ട ജീവികളാണ് എലിയും പല്ലിയും. എന്നിട്ട് അതിൽ പറയുന്നത്, ഈ പറഞ്ഞ പല്ലി ഉണ്ടല്ലോ, അത് ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്. മടവൂരികൾ സംരക്ഷിച്ചൊരു ജീവിയാണ്, പക്ഷെ അത് ദുഷ്ടജന്തുക്കളിൽ പെട്ടതാണ്. മനസ്സിലാകണം. ഇത് എന്റെ വാക്കല്ല. ഇസ്ലാം വിജ്ഞാനകോശം 3ാം വാള്യം ധർമ്മവും സംസ്കാരവും കൊല്ലേണ്ടവ എന്നതിൽ 2ാമത്തേത് എലിയും പല്ലിയും കൊല്ലണം എന്നാണ്. അത് ഇസ്ലാം അനുവദിച്ച ഇസ്ലാമിന്റെ ധർമ്മവും സംസ്കാരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് വായിച്ചു കൊടുത്തു. അപ്പോ ചിറകുള്ള പല്ലി ഉണ്ടാക്കേണ്ടി വന്നു, പറക്കുന്ന പല്ലി ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലോ.
ഒരു ഹദീസ് ഇമാം ബുഖാരി ധരിച്ചു, ഈ ഈച്ച വെള്ളത്തിൽ വീണാൽ ഒന്നുകൂടി അതിനെ മുക്കിയിട്ട് കളഞ്ഞിട്ട് കുടിക്കാൻ പറഞ്ഞു. ചേകനൂർ മൗലവി വളരെ ശക്തമായി പരിഹസിച്ച ഒരു ഹദീസാ. ഈച്ച വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ പറഞ്ഞു. ഇതെന്താ ഈച്ച ജ്യൂസോ എന്ന് ചോദിച്ചിട്ട് വളരെ വ്യക്തമായി പരിഹസിച്ചു. എന്നാൽ സലാം സുല്ലമി ബുഖാരിക്ക് പരിഭാഷ എഴുതിയപ്പോൾ മൂപ്പരൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അതെന്താന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു ഈച്ചയാണ്, ലോകത്തില്ലാത്തൊരു അപൂർവ ഇനം ഈച്ചയെ പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈച്ച വെള്ളത്തിൽ വീടാൻ മുക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെ ഈച്ച ഇല്ല, ഒരു അപൂർവ ഇനാണ്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങളെ, ഇനി പല്ലിക്ക് ചിറക് വെച്ചാലും രക്ഷപ്പെടുമോ? പല്ലിക്ക് ചിറക് വെച്ചാലും നിങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് ഹദീസ് രക്ഷപ്പെടുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം രക്ഷപ്പെടുമോ? കേട്ടുകൊള്ളൂ നിങ്ങൾ ഹദീസിനെ ആക്ഷേപിക്കുന്നത്, എന്നിട്ട് ഞാൻ വായിച്ചു തരാം. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹൈർ രണ്ടാമത് അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. കണ്ടോ, ഇത് ഹദീസാ. ഇപ്പറഞ്ഞ ഹദീസ് അതിനെ നിഷേധിച്ചത് ഇപ്പറഞ്ഞ ഹദീസ് തന്നെയാണ്. എവിടെ കാണണം എന്നറിയോ? റിയാദുസ്സാലി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ദർസിലൊക്കെ ഓതി പഠിക്കേണ്ട റിയാദുസ്സാലി എന്ന് പറയുന്ന ആ കിതാബുണ്ടല്ലോ, അത് എടുക്കണം. ഇനി അതിനർത്ഥം വെക്കാൻ അറിയില്ലെങ്കിൽ സലാം സുല്ലമി അതിന് പരിഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. ആ സലാം സുല്ലമിയുടെ പരിഭാഷ എടുക്കണം, എന്നിട്ട് വായിച്ചു നോക്കണം. എന്ത്? അൻ അബീ ഹുറൈറ قال قال رسول الله صلى الله عليه وسلم من قتل وزات في اول ضربه فله كذا وكذا حسنه ومن قتلها في الضربه الثانيه فله كذا وكذا حسنه دور الاولى وان قتلها بالضربه الثالثه فله كذا وكذا حسنه. ഇനി സലാം സുല്ലമി പറയുന്ന അർത്ഥം കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്നിന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്നിന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതിലാണ് കൊന്നതെങ്കിലോ ഇന്നിന്ന പ്രതിഫലം അവൻ ലഭിക്കും. മറ്റൊരു നിവേദനത്തിൽ ആദ്യത്തെ അടിക്ക് തന്നെ ഒരാൾ പല്ലിയെ കൊന്നാൽ അവന് 100 നന്മ ലഭിക്കും. മുസ്ലിം. ആരാ ഇത് പറയുന്നത്? സലാം സുല്ലമി പരിഭാഷ എഴുതി വെക്കുകയാണ്. അപ്പൊ ഈ ഹദീസിനെ ഒറ്റടിക്ക് കൊന്നാൽ എത്ര കൂലി? 100 കൂലി, 100 ഇരട്ടിയാ കൂലി. അങ്ങനെ പരിഹസിച്ചപ്പോ ആരെയാ പരിഹസിച്ചത്? റസൂലുള്ളയെയാണ്. ഇനി വസാത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ സലാം സുല്ലമിക്ക് അറിയില്ലേ പല്ലി എന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പരിഹാസം, അതേ വാചകത്തിലെ അതിലെ തന്നെ രണ്ടാമത്തെ പരിഹാസം കേട്ടോളൂ. അങ്ങനെയാണ്. അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകളെ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവാ നടത്തിയത്. പല്ലിയുടെ കാര്യം പറയുമ്പോ കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യം പറയാൻ ലജ്ജയില്ലേ? കണ്ടോ, ആരെയാ പരിഹസിച്ചത്? കായംകുളം കൊച്ചുണ്ണിയുടെ പേര് പറഞ്ഞിട്ട് ആരുടെ വാചകത്തെയാ പരിഹസിച്ചത്? അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഞാൻ പറഞ്ഞതാണോ? അതല്ല മുജാഹിദുകൾ പറഞ്ഞതാണോ? നേരെ മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലേ? ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് അൻ ഉമ്മി ശരീകിൻ അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ഔസാ വഖാല കാന യൻഫുഹു അലാ ഇബ്രാഹിം. ഞാൻ അർത്ഥം പറയുന്നില്ല, സലാം സുല്ലമി നൽകിയ പരിഭാഷ കേട്ടോളൂ. ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ നിവേദനം, പല്ലിയെ കൊല്ലാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അനുവാദം നൽകി. എന്നിട്ടോ അതിന് കാരണം റസൂലുള്ളാഹി പറയുകയാണ്, കാന യൻഫുഹു അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് സലാം സുല്ലമിയുടെ പരിഭാഷ. അപ്പോ ഇബ്രാഹിം നബിയുടെ തീയിൽ അത് ഊതിക്കത്തിക്കുമായിരുന്നുവെന്ന് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ സിനിമയിലൂടെ പരിഹസിച്ചവൻ മുജാഹിദ് എന്ന് പറയുമോ? ഇസ്ലാഹി എന്ന് പറയുമോ? ഇസ്ലാഹ് എന്ന് പറയുമോ? സലഫ് എന്ന് പറയുമോ? സലഫി എന്ന് പറയുമോ? നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര അപകടകരമായ ഒരവസ്ഥയിൽ ഈ സമൂഹം മാറിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അള്ളാഹുവിന്റെ റസൂലിനെ മുഴുവൻ പരിഹസിച്ചു, ഈ ഹദീസുകളെ മുഴുവൻ കോട്ടിമാട്ടി, അതിനെ മുഴുവൻ പരിഹസിച്ചു, സമൂഹത്തിൽ നിന്ദിച്ചു, സിനിമാക്കാരെ വിളിച്ച് സിനിമ നടത്തിച്ചു, നാടകക്കാരെ വിളിച്ചിട്ട് നാടകം അഭിനയിപ്പിച്ചു, നാടക നടിമാരെ വിളിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരിഹസിച്ചത് കൊണ്ട് അവസാനിച്ചോ? ഇപ്പോഴത്തെ പടി എന്താന്ന് വെച്ചാൽ വക്കം മൗലവി, കെ എം മൗലവി അങ്ങനെയുള്ള പണ്ഡിതന്മാരെ ആക്ഷേപിക്കലാണ്. ഇപ്പൊ സിനിമ അതാ, പുതിയ സിനിമകള്
എന്ന് മാത്രമല്ല അമുസ്ലിം വേഷം കെട്ടുക, എന്നിട്ട് ഓരോ മൗലവിമാരെ